ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി ബീഡ്സ് വർക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ പാറ്റേൺ ജസ്റ്റ് ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അത്ര ഹെവി ആയിട്ട് വരുന്നൊരു പാറ്റേൺ അല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ കോപ്പി എടുത്തിട്ട് അത് സ്കെച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു രീതി ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചേക്കുന്നത്. ഇതേപോലെയാണ് വരുന്നത്. നമുക്കൊരു ബോട്ട് നെക്കാണ് വരുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഇതേപോലെ ഡിസൈൻസ് വരച്ച് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 തവണയായിട്ട് റൗണ്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരേ പോണക്കത്തെ ഡിസൈൻസ് ഒന്നിടവിട്ടുള്ള ആ ഒരു റൗണ്ടുകളിൽ ഫില്ല് ചെയ്ത് കൊടുത്തേക്കാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഒരു ഗ്യാപ്പാണ് വരുന്നത്. നിങ്ങൾ ആ ഒരു തമ്പനയിലെ പിക്ചറിൽ കണ്ടില്ലേ, ആ ഒരു രീതിക്ക് അവിടെ ഒരു ഗ്യാപ്പാണ് വരുന്നത്. അതിൻ്റെ ഔട്ടർ ലെയറിൽ നമ്മൾ ഇതുപോലെ ഒരു 3 ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഡിസൈനർ പാറ്റേൺ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഔട്ട് സൈഡിലേക്ക് വരുന്ന ഡിസൈൻസാണ് വീണ്ടും നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മളിതിനകത്തേക്ക് കട്ട് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ രണ്ടും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്നുകൊണ്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ രണ്ടും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ടും കട്ട് ബീഡ്സ് കൊണ്ടാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന ഓരോ ലൈൻസും, അതായത് നമ്മൾ റൗണ്ട് ഫില്ല് ചെയ്ത് പോകണം. നമ്മൾ വരച്ച് കൊടുത്തേക്കുന്ന റൗണ്ട് നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ എല്ലാ വീഡിയോസിലും തന്നെ കാണിക്കുന്നതാണ് ബാക്ക് സ്റ്റിച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് നന്നായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ പാറ്റേണും കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പാറ്റേൺ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ട് ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എല്ലാ ലൈൻസും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വർക്ക് ചെയ്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചെയ്ത് പോവുകയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം ആ ഡിസൈനും കൂടി ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മുടെ ആ ഒരു ഔട്ടറിലേക്ക് വരുന്ന ആ ഒരു ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നീളം കൂടിയ ഒരു ലൈന് 3 ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ 2 സൈഡിലേക്കും ഒരു വി ഷേപ്പിൽ വരുന്നത് 2 ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഔട്ടർ ലെയർ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഡിസൈനേ വരുന്നുള്ളൂ. അപ്പോൾ അത് 2 സൈഡിലേക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ അതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ലൈനിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കണം. അപ്പം ഔട്ടർ ലെയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ആ ഒരു രീതി ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിനുള്ളിലുള്ള ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് വർക്കാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുപോലെ നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി ഹെവി ആയിട്ടുള്ളൊരു വർക്കല്ല. ബിഗിനേഴ്സിന് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഔട്ടർ ലെയർ വീണ്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ വരുന്ന ഡിസൈൻ ഇനി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഒരു ലീഫ് പാറ്റേൺ പോലെയാണ് ഇത് ചെയ്യുന്നത്. ഒരു ഫ്ലവർ ഡിസൈനാണ് വരുന്നതെങ്കിലും ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ലീഫ് പാറ്റേൺ ആയിട്ടാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫ് പാറ്റേൺ സാധാരണ എങ്ങനെ ചെയ്യണം, ഇതുപോലെ 3 ബീഡ്സ് വീതം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് പൊക്കി നമ്മൾ അടുത്ത ലെയർ കുത്തി കൊടുത്തിട്ട് വീണ്ടും 3 ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇതേ രീതിക്ക് തന്നെ നമ്മൾ 4 ഡയറക്ഷനിലേക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്ലവർ പാറ്റേൺ പോലെ ഇത് ഫില്ലായിട്ട് കിട്ടും. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഫില്ല് ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നിടവിട്ട് വരുന്ന ആ ഒരു ഗ്യാപ്പുകൾക്കുള്ളിൽ നമ്മൾ ഒരേ ഡിസൈനാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അടുത്ത ആ ഒരു ഗ്യാപ്പിൽ ഇതേ ഡിസൈൻ തന്നെ ഫോളോ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു രീതിക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 4 സൈഡിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലീഫ് പാറ്റേൺ ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റഫായിട്ട് ആദ്യമേ ഒന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഫെയറിലേക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ പാറ്റേൺസ് ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു തമ്പനയിൽ പിക്ചർ ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്യുക. അതിന് ശേഷം അത് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. സ്കെച്ച് ചെയ്യാൻ പറ്റുന്ന കാർബൺ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അത് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് അതേ എടുക്കാവുള്ളൂ. അത് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഫ്ലവർ പാറ്റേൺ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു റൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഷുഗർ ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് പാറ്റേൺ ഒക്കെ ഷുഗർ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ടത് ചെയ്യുക. അപ്പം ഞാൻ കംപ്ലീറ്റും കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ആ റൗണ്ട് പാറ്റേൺ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു കട്ട് ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റും കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റും കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക്
നമുക്കറിയാലോ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. ഷുഗർ ബീഡ്സ് ആണെങ്കിലും ഒന്നിച്ച് കോർത്തെടുക്കുക, അതിന് ശേഷം നമ്മൾ കുത്തിയെടുത്തെടുത്ത് തന്നെ താഴ്ത്തി കുത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ താഴ്ത്തി കുത്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ 4 സൈഡുകളും ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേ കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലുള്ളത് 2 കളേഴ്സായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്നത് ഒരു ആൻറ്റിക് ഷെയ്ഡ് വരുന്ന ബീഡ്സാണ്. ഈ ബീഡ് ആകുമ്പോൾ പെട്ടെന്ന് കളറൊന്നും പോവുകയില്ല, നിങ്ങൾക്ക് നന്നായിട്ട് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബീഡാണ് കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്വന്തം ഡ്രസ്സിലാണെങ്കിൽ പോലും അല്ലാതെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. നമുക്ക് ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് മാത്രം കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എറണാകുളം പോലുള്ള ജില്ലകളിലൊക്കെ ആണെങ്കിൽ വൈഡായിട്ട് നല്ല രീതിയിൽ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടകളുണ്ടാകും. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ചും കിട്ടും, നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ ഫില്ല് ചെയ്തെടുത്തു. ഇനി നമ്മൾ അടുത്ത ഒരു പാറ്റേണിൽ സെൻറ്ററിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഒരു വേവ് പോലെയാണ് കൊടുത്തിരുന്നത്. അതും നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണിത്. അപ്പോൾ ഇതുപോലെ വേവ് പോലെ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളുകളിൽ ഇതുപോലെ റൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സെയിം അതേ രീതി തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഔട്ടർ ലെയറിൽ വരുന്ന ഒരു വി ഡിസൈൻ മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം ഇതേപോലെ സെയിം ആയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് ഈ ഡിസൈനൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ച് തരണം എനിക്ക്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ തൊട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ സേവ് ആക്കി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഔട്ടർ ലെയർ ആ ഒരു ഡിസൈനും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു വി ഡിസൈനും ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വീറ്റ് പാറ്റേണും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തതിന് ശേഷം ഔട്ടർ ലെയറിൽ ഇത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു ടോപ്പ് വശത്ത്, അതായത് ആ ഒരു അറ്റത്ത് നമ്മളൊരു ബീഡ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണ്ട, ചെറിയ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കണേ. ഇപ്പം ഞാനിപ്പോൾ ഒരു ഷുഗർ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കും ഷുഗർ ബീഡ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അവിടെ മാത്രം ഒന്ന് റൗണ്ട് ബീഡ് അല്ലെങ്കിൽ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കണേ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കണം. ഈ ഒരു ഡിസൈൻ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ പാറ്റേണും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്തെടുക്കണം. ഒന്നിടവിട്ട് ഒരേ ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക, ആ രീതിക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരിക കേട്ടോ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.